ആ പേര് തന്നെയാണ് പ്രശ്നം. അത് നമ്മൾ പല ഘട്ടങ്ങളിലും പല സമയങ്ങളിൽ പല സംസാരങ്ങളിൽ ഉത്തരേന്ത്യൻ സംസാരങ്ങളിലെല്ലാം കണ്ടിട്ടുള്ള പോലെ ആ പേര് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നമായി നമുക്ക് കണക്കാക്കിയെടുക്കാൻ കഴിയുക. അതിനെ രണ്ടായി വിഭജിക്കുക, കേരളത്തെ രണ്ടായി വിഭജിക്കുക എന്നുള്ള ഒരു കുടില തന്ത്രം വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയ്ക്ക് പിന്നിലുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റ് പറയാനും പറ്റില്ല. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇദ്ദേഹം ഇങ്ങനെ ഒരു നിയന്ത്രണവുമില്ലാതെ ആരാലും നിയന്ത്രിക്കപ്പെടാൻ കഴിയുന്ന ഒരാളല്ല വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം ഒരു വ്യക്തിയാണ്, ഒരു സാമുദായിക സംഘടനയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിനോട് മിണ്ടാതിരിക്കണം വെള്ളാപ്പള്ളി എന്ന് ആർക്കെങ്കിലും പറയാനൊന്നും കഴിയില്ല. പക്ഷേ ബോധപൂർവ്വം ഇങ്ങനെ തുടർച്ചയായി അദ്ദേഹം കാര്യങ്ങൾ പറയും. ഇന്നിപ്പോൾ വീട്ടിൽ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് ചില മുസ്ലിം ഹിന്ദു ബന്ധങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നേരെ അദ്ദേഹം വന്ന് ലാൻഡ് ചെയ്യുന്ന എവിടെയാണ്? അദ്ദേഹം ലാൻഡ് ചെയ്യുന്ന മാറാടിലേക്കാണ്. മാറാട് കലാപം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇവിടെ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടർ ചാനലിൽ റിപ്പോർട്ടർക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം തീവ്രവാദിയാണ് എന്ന് പറയുന്നു, MSFന്റെ പ്രവർത്തകനാണ് എന്ന് പറയുന്നു, ഈരാറ്റുപേട്ടക്കാരനാണ് എന്ന് പറയുന്നു. ആ ചോദ്യത്തെ അദ്ദേഹം തുടർച്ചയായി രണ്ടാമത്തെ തവണ തീവ്രവാദി എന്ന് വിളിച്ചപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീവ്രവാദി എന്ന് വിളിക്കുന്നതെന്ന്. അതറിയണം, സ്വാഭാവികമായിട്ടും അറിയണം. തീവ്രവാദി എന്ന പട്ടം ചാർത്തിക്കൊടുക്കാൻ വെള്ളാപ്പള്ളി നടേശൻ്റെ മുന്നിൽ എന്ത് തെളിവാണുള്ളത്? അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അദ്ദേഹം വിവിധ ഏജൻസികൾ, ഇപ്പോൾ സംസ്ഥാനത്ത് അന്വേഷണ ഏജൻസികളുണ്ട്, കേന്ദ്രത്തിൽ അന്വേഷണ ഏജൻസിയുണ്ട്, ഇയാൾ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള തെളിവുകൾ സമർപ്പിക്കുകയാണ് വേണ്ടത്. ബാക്കി കാര്യങ്ങൾ അവർ ചെയ്തേക്കുള്ളൂ, സ്വാഭാവികമായിട്ടും ചെയ്യുമല്ലോ. പക്ഷേ ഇവിടെ അദ്ദേഹം കാടടച്ച് വെടിവെക്കുകയാണ്. കാടടച്ച് വെടിവെച്ചതിന് ശേഷം അദ്ദേഹം ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് ഒരു മാധ്യമപ്രവർത്തകനോട് ചോദ്യം ചോദിക്കാതെ നിങ്ങൾ ചോദിക്കണ്ട എന്ന് പറയുകയും അവിടെ നിൽക്കുന്ന മറ്റൊരു പെൺകുട്ടി ചോദിക്കുകയും മറ്റുള്ള ആൾക്കാർ ചോദ്യം ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെച്ചതിന് ശേഷം അദ്ദേഹം എഴുന്നേറ്റ് പോവുകയാണ് ചെയ്തത്. എന്തായാലും ഇതിന് പിന്നിലുള്ളത് അമൃത, ഇതൊരു ബോധപൂർവ്വം അല്ലാതെ എന്തെങ്കിലും വൈകാരികമായിട്ട് നമുക്ക് ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയാറില്ലേ, പെട്ടെന്ന് പൊട്ടി തെറിച്ചുകൊണ്ട് എന്തെങ്കിലും വാചകങ്ങൾ വായിൽ നിന്ന് വരാറുണ്ട്. അത് ഏതൊരു മനുഷ്യനും ഉണ്ടാവുന്നതാണ്. ഇത് അങ്ങനെ പറയുന്നതല്ല. ഇത് ബോധപൂർവം അവിടെ കസേര വലിച്ചിട്ട് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാണ്. അത് വിഷമാണ് ചീറ്റിയത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അമൃത. അതെ, അത് തന്നെയാണ്. വെറുതെ ഒരു നാക്കുപിഴയായി നമുക്കിതിനെ കാണാൻ കഴിയില്ല. ന്യൂസ് ഡെസ്കിൽ നിന്ന് നിഷാദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട്. നിഷാദ്, ഒരു വ്യക്തിയെ തീവ്രവാദി എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുകയാണ്. അതിന്റെ ഇന്റൻസിറ്റി എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തും പറയാനുള്ള ലൈസൻസ് ആരാണ് ഇദ്ദേഹത്തിന് കൊടുക്കുന്നത്? അല്ല അമൃത, നോക്കൂ, വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ കുറെ കാലങ്ങളായി കേരളത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. ഇപ്പൊ ഏറ്റവും അവസാനം റഹീസ് റഷീദ് എന്ന് പറയുന്ന റിപ്പോർട്ടറെ അദ്ദേഹം തീവ്രവാദി എന്ന് വിളിക്കുന്നു. അതൊരു വ്യക്തിക്ക് നേരെയുള്ള അധിക്ഷേപമാണ്. അതിനപ്പുറം കേരളം കാത്തുസൂക്ഷിക്കുന്ന മതനിരപേക്ഷത എന്ന ആശയത്തിനെതിരെ വലിയ തോതിലുള്ള ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ ഒരു വ്യക്തിയെ തീവ്രവാദി എന്ന് വിളിക്കുന്നത് ഒരർത്ഥത്തിൽ അതിന്റെ തോത് നോക്കുകയാണെങ്കിൽ കുറവാണ്. ശരിയാണ്, ഒരാൾ ചോദ്യം ചോദിക്കുന്നതിന്റെ പേരിൽ തീവ്രവാദി എന്ന ചാപ്പയടിക്കാൻ പാടില്ല. പക്ഷെ നാം വെള്ളാപ്പള്ളിയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? വെള്ളാപ്പള്ളി കേരളത്തിലെ ഒരു സമുദായത്തെ ആകമാനം, ഒരു ജില്ലയെ ആകമാനം, ഒരു പാർട്ടിയെ ആകമാനം ഒക്കെ ആക്ഷേപിക്കുകയും അവർക്കുമേൽ തീവ്രവാദത്തിന്റെ ആക്ഷേപം ചൊരിയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ തനിക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന വ്യാജം പറയുന്ന ഒരാൾ, റഹീസ് റഷീദ് എന്ന് പേരുള്ള ഒരാളെ തീവ്രവാദി എന്ന് വിളിക്കുന്നതിനുള്ള അത്ഭുതം എന്താണ്? പക്ഷെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നും കഴിഞ്ഞ ദിവസം റഹീസ് അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കുന്നു. ഇന്ന് നമ്മുടെ മാധ്യമപ്രവർത്തകൻ അടക്കമുള്ള ആൾക്കാർ ഇദ്ദേഹത്തോട് നിരന്തരമായി അദ്ദേഹം പറഞ്ഞ വ്യാജത്തെക്കുറിച്ചും വർഗീയതയെക്കുറിച്ചും സംസാരിക്കുന്നു. ഇപ്പോൾ മാധ്യമങ്ങൾ ശരിയാമിധമുള്ള അവരുടെ ധർമ്മം നിറവേറ്റിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണേണ്ട കാര്യം. കാരണം വെള്ളാപ്പള്ളി ആരും ചോദ്യം ചെയ്യപ്പെടാതെ സകലമാന വർഗീയതയും പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ തടുത്തു നിർത്തിയിട്ട് താങ്കൾ പറയുന്നത് നുണയാണ്, നുണയ്ക്ക് മേലെയാണ് വർഗീയത കെട്ടിപ്പടുക്കുന്നത് എന്ന് പറയാനുള്ള ബാധ്യത കേരളത്തിലെ പൊതുസമൂഹത്തിന്, മതനിരപേക്ഷ സമൂഹത്തിന്, മാധ്യമങ്ങൾക്ക്, പ്രധാനപ്പെട്ട പാർട്ടികൾക്ക്, സർക്കാരിന് എല്ലാം ഉണ്ട്. ആ ദൗത്യം നേരാവണ്ണം നിർവഹിക്കപ്പെടുന്നില്ല എന്നതിന്റെ സൗകര്യത്തെയാണ് വെള്ളാപ്പള്ളി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണണം. മലപ്പുറത്ത് ജീവിക്കാൻ ശ്വാസം മുട്ടുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മലപ്പുറത്ത് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കാൻ കേരളത്തിന്റെ മുഖ്യധാരയ്ക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ചോദ്യം ചോദിക്കപ്പെടുന്നില്ല, നിർവഹിക്കപ്പെടുന്നില്ല എന്നതിന്റെ സൗകര്യമാണ് കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം കൊണ്ടു നടന്നത്. 10 വർഷമായിട്ട് ഭരിക്കുന്ന സർക്കാരല്ലേ നിങ്ങൾക്ക് മലപ്പുറത്ത് കോളേജ് തരേണ്ടത്? നിഷാദിലേക്ക് മടങ്ങിയ യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസ് കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ